ഈ ക്ലാസ് നമുക്ക് വേരിയബിൾസ് ഇൻ സിക്കകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ കുറിച്ച് പഠിക്കാം. ഇപ്പം ഫസ്റ്റ് വൺ നമ്മൾ വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഈ വേരിയബിൾ ഇസ് എ നെയിം ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന നെയിമിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ. ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് മെനി ടൈംസ്. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ വാല്യൂ എപ്പോഴും ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ വേരിയബിൾ നമുക്ക് ഒത്തിരി പ്രാവശ്യം റീയൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ വേ ടു റെപ്രസെൻറ്റ് മെമ്മറി ലൊക്കേഷൻ ത്രൂ സിമ്പിൾ സോ ഇറ്റ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. ഇപ്പം മെമ്മറി ലൊക്കേഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വേരിയബിളിന് ഒരു നെയിം കൊടുക്കും. വേരിയബിളിന് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. A variable is an identifier that is used to represent some specified type of information within a designed portion of the program. നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫൈഡ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐഡൻറ്റിഫയറിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. In its simple form, a variable is an identifier that is used to represent a single data item. അനദർ ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡാറ്റ ഐറ്റമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഐഡൻറ്റിഫയർ ആണ് വേരിയബിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി ഓർ എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അതെന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി ആകാം, ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആകാം. ദ ഡേറ്റ ഐറ്റം മസ്റ്റ് ബി അസൈൻഡ് ടു ദി വേരിയബിൾ അറ്റ് സം പോയിൻ്റ് ഓഫ് ദ പ്രോഗ്രാം. ഇപ്പം നമ്മൾ വേരിയബിൾ യൂസ് ചെയ്ത് വേരിയബിൾ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ചില സമയങ്ങളിലാണ് നമ്മൾ ആ വേരിയബിളിലേക്ക് വാല്യൂസ് കൊടുക്കുന്നത്. ദ ഡേറ്റ ഐറ്റം ക്യാൻ ബി ആക്സസ്ഡ് ലേറ്റർ ഇൻ ദ പ്രോഗ്രാം സിംപ്ലി ബൈ റെഫറിങ് ടു ദി വേരിയബിൾ നെയിം. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണോ ആ ഡേറ്റ ഐറ്റമിനെ ആക്സസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പം നമ്മൾ സിമ്പിളി ആ വേരിയബിൾ നെയിം വെച്ചിട്ടാണ് ഈ ഡേറ്റ ഐറ്റത്തിനെ നമ്മൾ അതിനെ റെഫർ ചെയ്യുന്നത്. അപ്പം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് സം കാണണം, ഒരു വേരിയബിൾ രണ്ട് വേരിയബിൾസിൻ്റെ സം കാണണം. ഇപ്പോൾ രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് രണ്ട് 3 എന്ന് പറയുന്നത് രണ്ട് വേരിയബിളായിട്ട് നമ്മൾ അസൈൻ ചെയ്യുക. അപ്പം ഈ 2, 3 എന്നൊക്കെ പറയുന്നത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അത് ലേറ്ററായിട്ട് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും, ഇപ്പം മനസ്സിലാവണമെന്നില്ല. എ ഗിവൺ വേരിയബിൾ ക്യാൻ ബി അസൈൻഡ് ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റംസ് അറ്റ് വേരിയസ് പ്ലേസസ് വിതിൻ ദ പ്രോഗ്രാം. അപ്പം ഒരു വേരിയബിളിനെ തന്നെ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദസ് ദ ഇൻഫർമേഷൻ റെപ്രസെൻറ്റഡ് ബൈ ദ വേരിയബിൾ ക്യാൻ ചേഞ്ച് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേരിയബിളിനെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനിൽ നമ്മൾ ഈ വേരിയബിളിനകത്തുള്ള ഇൻഫർമേഷനെ എപ്പം വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. However, the data type associated with the variable cannot change. പക്ഷേ നമ്മൾ ഒരു ഡേറ്റ ടൈപ്പ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്തുള്ള വേരിയബിളിൻ്റെ ഇൻഫർമേഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻറ്റിജർ x=10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ x=10 എന്നുള്ള വാല്യൂ വേറെ സ്ഥലത്ത് മാറ്റാം. പക്ഷേ ഇൻറ്റിജർ എന്ന് പറയുന്ന ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ ടൈപ്പിനെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. However, the data type associated with the variable cannot change. C variable must be belonged to any of the data type like int, float, character. അപ്പം സി വേരിയബിൾ എന്ന് പറയുന്നത് ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ ഏത് ടൈപ്പ് ഓഫ് വേരിയബിൾ വേണമെങ്കിലും ആകാം. അപ്പോൾ നമ്മൾ ഒരു സി വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിന് കുറേ റൂൾസ് ഫോളോ ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേരിയബിൾ നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കെയർ. അപ്പം വേരിയബിൾ നെയിം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്ററിലോ അല്ലെങ്കിൽ അണ്ടർസ്കെയറിലോ ആയിരിക്കണം. വേരിയബിൾസ് ആർ കേസ് സെൻസിറ്റീവ്. വേരിയബിൾസ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. കേസ് സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളുടെ നെയിം എഴുതുക,
മായ എന്നുള്ളൊരു നെയിം എഴുതുവാണ്. അപ്പം മായ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ അത് ഒരു വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യും. സ്മോൾ ലെറ്ററിൽ എഴുതി കഴിഞ്ഞാൽ അത് വേറൊരു വേരിയബിളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനും രണ്ടിനും രണ്ട് വാല്യൂ ആയിട്ടാണ് നമ്മുടെ സി പ്രോഗ്രാമിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. അത് ഒരെണ്ണമാണെന്ന് നമുക്കറിയാം, പക്ഷേ കമ്പ്യൂട്ടർ സിസ്റ്റം ഇത് രണ്ട് വേരിയബിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദേ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് ഡിജിറ്റ്സ് ആൻഡ് ലെറ്റേഴ്സ്. അപ്പം നമ്മുടെ സി വേരിയബിൾ എന്ന് പറയുന്നത് ഡിജിറ്റും ലെറ്റേഴ്സും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ്, നോ സ്പെഷ്യൽ സിമ്പിൾസ് ആർ അലൗഡ് അതർ ദാൻ അണ്ടർസ്ക്വയർ ഒഴികെ ബാക്കി ഒരു സിമ്പിൾസിനെയും വേരിയബിൾ സപ്പോർട്ട് ചെയ്യത്തില്ല. സമ്മ്, ഹൈറ്റ്, അണ്ടർസ്ക്വയർ, വാല്യൂ ആർ സം എക്സാമ്പിൾസ് ഓഫ് വേരിയബിൾ നെയിംസ്. അപ്പോൾ നമ്മുടെ വേരിയബിൾ നെയിംസിന് ചില എക്സാമ്പിൾസ് ആണ് തന്നേക്കുന്നത്. സമ്മ്, ഹൈറ്റ്, അണ്ടർസ്ക്വയർ, വാല്യൂ ഇതൊക്കെ ഒരു വേരിയബിൾ നെയിമിൻ്റെ എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ്, ഡിക്ലെയറിങ് ആൻഡ് ഇനിഷ്യലൈസിങ് സി വേരിയബിൾ. എങ്ങനെയാണ് ഒരു സി വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നതും അതിനകത്തോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതും എന്ന് നമുക്ക് നോക്കാം. വേരിയബിൾസ് ഷുഡ് ബി ഡിക്ലെയർഡ് ഇൻ ദ സി പ്രോഗ്രാം ബിഫോർ ടു യൂസ്. അപ്പം വേരിയബിൾസിനെ നമുക്ക് സി പ്രോഗ്രാം യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. മെമ്മറി സ്പേസ് ഈസ് നോട്ട് അലൗഡ് ഫോർ എ വേരിയബിൾ വൈൽ ഡിക്ലറേഷൻ. അപ്പം നമ്മൾ ഡിക്ലറേഷൻ്റെ സമയത്ത് മെമ്മറി സ്പേസ് ഒരിക്കലും വേരിയബിളിന് അലോട്ട് ചെയ്യത്തില്ല. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഓൺ വേരിയബിൾ ഡെഫിനിഷൻ. നമ്മൾ വേരിയബിളിനെ ഡിഫൈൻ ചെയ്താൽ മാത്രമേ മെമ്മറി സ്പേസ് അലോക്കേറ്റഡ് ചെയ്യത്തുള്ളൂ. വേരിയബിൾ ഇനിഷ്യലൈസേഷൻ മീൻസ് അസൈനിങ് എ വാല്യൂ ടു ദ വേരിയബിൾ. വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വാല്യൂ വേരിയബിളിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പഠിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് വേരിയബിൾ ഡിക്ലറേഷനും വേരിയബിൾ ഇനിഷ്യലൈസേഷനും എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ജനറിക് സിൻടാക്സ്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സി പ്രോഗ്രാം എഴുതുമ്പം വേരിയബിൾ ഡിക്ലറേഷനും വേരിയബിൾ ഇനിഷ്യലൈസേഷനും എല്ലാത്തിനും ഒരു ഫോർമുല കാണും. അത് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് കൊടുത്തേക്കുന്ന വേരിയബിൾ ഡിക്ലറേഷന് വേണ്ടിയുള്ള സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ അണ്ടർസ്ക്വയർ ടൈപ്പ് സ്പേസ് വേരിയബിൾ അണ്ടർസ്ക്വയർ നെയിം സെമിക്കോളൻ. ഇങ്ങനെയാണ് ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇൻഡ് സ്പേസ് എക്സ് കോമ വൈ കോമ ഇസഡ് സെമിക്കോളൻ. CHAR ഫ്ലാറ്റ് കോമ CH. ഇത് രണ്ടും വേരിയബിൾ ഡിക്ലറേഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ഡേറ്റ അണ്ടർസ്ക്വയർ ടൈപ്പ് സ്പേസ് വേരിയബിൾ അണ്ടർസ്ക്വയർ നെയിം ഈക്വൽ ടു വാല്യൂ. ഇങ്ങനെയാണ് നമ്മളൊരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ്, അടുത്ത വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പിൽ അതിന് വാല്യൂവിന് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻഡ് എക്സ് ഈക്വൽ ടു 15. എക്സ് എന്ന് പറയുന്നതിന് 50 എന്ന് പറയുന്ന വാല്യൂവും വൈന് 30 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടർ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു സിംഗിൾ കോഡ്സ് എക്സ് കോമ CH ഈസ് ഈക്വൽ ടു സിംഗിൾ കോഡ്സ് I. അപ്പം നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ലെറ്ററിനെയൊക്കെയാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ, നേരത്തെ ക്ലാസ് ക്യാരക്ടർ എന്താണെന്ന് കണ്ടായിരുന്നു. ക്യാരക്ടർ എന്ന് പറയുന്നത് സിംഗിൾ ക്യാരക്ടറിനെ മാത്രമാണ് ക്യാർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു വേർഡ്സിനെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫ്ലാഗ് എക്സ് എന്ന് പറയുന്ന സിംഗുലർ ആയിട്ടുള്ള ഒരു വേർഡിനെ ഒരു ക്യാരക്ടറിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ I എന്ന് പറയുന്ന ഒരു
സിംഗിൾ ക്യാരക്ടറിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് CH എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടും ക്യാരക്ടർ ഡേറ്റ ടൈപ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ വേരിയബിൾ എന്താണെന്ന് പഠിച്ചു. ഇനി എങ്ങനെയാണ് സിക്കകത്ത് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. എ വേരിയബിൾ ഡെഫിനിഷൻ ടെൽസ് ദ കമ്പൈലർ വെയർ ആൻഡ് ഹൗ മച്ച് സ്റ്റോറേജ് ടു ക്രിയേറ്റ് ഫോർ ദ വേരിയബിൾ. അപ്പം ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എന്തേരം സ്പേസാണ് നമുക്ക് ഈ വേരിയബിളിന് ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മുടെ കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് വേരിയബിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. A variable definition specifies a data types and contains a list of one or more variables of that type is as follows. അപ്പോൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡേറ്റ ടൈപ്പ് കാണും. ഡേറ്റ ടൈപ്പിൽ ലിസ്റ്റ് ഓഫ് ആ ഡേറ്റ ടൈപ്പിൻ്റെ കീഴിൽ നമ്മൾ ഏതൊക്കെ പ്രോഗ്രാമിൻ്റെ കീഴിൽ ആ ഡേറ്റ ടൈപ്പിന് ആവശ്യമായ ഏതൊക്കെ വേരിയബിൾസ് ആണോ യൂസ് ചെയ്യുന്നത് അതിനെ എല്ലാം കൂടെ ലിസ്റ്റ് ചെയ്ത് നമ്മൾ ആദ്യമേ വേരിയബിളിനെ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു സം കാണാനുള്ള ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ സം എന്ന് പറയുന്നത് നമ്മൾ 2 വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പം 2 വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഇൻറ്റിജർ പിന്നെ അതിൻ്റെ സം എന്ന് പറയുന്നതും നമ്മൾ ഒരു ഇൻറ്റിജർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ 3 ടൈപ്പ് ഓഫ് വേരിയബിൾസിനെ നമ്മൾ ഇൻറ്റ്, എക്സ്, വൈ, സമ്മ് ഇങ്ങനെ ഒരുമിച്ച് തന്നെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത് 3ഉം ലിസ്റ്റ് ചെയ്യുന്നത് ഒരുമിച്ചായിരിക്കും. ഇവിടെ ഇവിടെ ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. ടൈപ്പ് വേരിയബിൾ അണ്ടർസ്ക്വയർ ലിസ്റ്റ്, ടൈപ്പ് സ്പേസ് വേരിയബിൾ അണ്ടർസ്ക്വയർ ലിസ്റ്റ് എന്നാണ്. അപ്പം ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റ ടൈപ്സ് ആണ്. വേരിയബിൾ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന നമ്പർ എക്സ്, വൈ, സമ്മ് ഇങ്ങനെയുള്ള വേരിയബിൾസിൻ്റെ ലിസ്റ്റിനെയാണ് വേരിയബിൾ ലിസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹിയർ ടൈപ്പ് മസ്റ്റ് ബി വാലിഡ് സി ഡാറ്റ ടൈപ്പ് ഇൻക്ലൂഡിങ് ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വൂള് ഓർ എനി യൂസർ ഡിഫൈൻഡ് ഒബ്ജക്റ്റ്. ടൈപ്പ് എന്ന് പറയുന്നത് സി ഡേറ്റ ടൈപ്പ് എന്തുമാകാം. ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ, വൂള് അങ്ങനെ ഏത് ടൈപ്പിലുള്ള ഡേറ്റ ടൈപ്പിനെ നമ്മൾ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നു. ആൻഡ് വേരിയബിൾ ലിസ്റ്റ് മേ കൺസിസ്റ്റ് ഓഫ് 1 or more ഐഡൻറ്റിഫയർ നെയിംസ് സെപ്പറേറ്റഡ് ബൈ കോമ. അപ്പം നമ്മൾ ഓരോ ഐഡൻറ്റിഫയർ നെയിം എഴുതുമ്പോഴും അതിനെ ഒരു കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. സം വാലിഡ് ഡിക്ലറേഷൻ ആർ ഷോൺ ഹിയർ. അപ്പം നമ്മൾ കൊടുക്കുന്ന ചില വാലിഡ് ഡിക്ലറേഷനുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇൻറ്റിജർ IJK സെമിക്കോളൻ, ക്യാരക്ടർ C, CH, ഫ്ലോട്ട് F, സാലറി സെമിക്കോളൻ, ഡബിൾ D. ഇപ്പം ഇൻറ്റിജർ IJK എന്ന് പറയുമ്പം ഇൻറ്റിജർ ടൈപ്പിലുള്ള ഡേറ്റ ടൈപ്സ് ആണ് ഈ I, J, K. ക്യാരക്ടർ CH എന്ന് പറയുമ്പം C, CH എന്ന് പറയുന്നതൊക്കെ ക്യാരക്ടർ ഡേറ്റ ടൈപ്സിലുള്ള വേരിയബിൾസിനെ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഫ്ലോട്ട് എന്ന് പറയുമ്പം ഫ്ലോട്ട് F, സാലറി എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് ടൈപ്പിലുള്ള വേരിയബിൾസിനെയാണ് അസൈൻ ചെയ്യുന്നത്. ഈ ഇൻറ്റിജർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ന്യൂമറിക്കൽ വാല്യൂവും ക്യാരക്ടർ എന്ന് പറയുന്നത് സിംഗിൾ ക്യാരക്ടറിനെയും ഫ്ലോട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസിനെയും ഡബിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡബിളായിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ സാധാരണ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. The line int IJK declares and defines the variable IJK which instructs the compiler to create variables IJK for type int. അപ്പം നമ്മൾ int IJK എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പൈലർ ഇൻറ്റിജർ ടൈപ്പിലുള്ള 3 വേരിയബിൾസിനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. വേരിയബിൾസ് ക്യാൻ ബി ഇനിഷ്യലൈസ്ഡ് ഇൻ ദെയർ ഡിക്ലറേഷൻ. അപ്പം വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഡിക്ലറേഷൻ്റെ സമയത്താണ്. ദ ഇനിഷ്യലൈസർ കൺസിസ്റ്റ് ഓഫ് ആൻ ഈക്വൽ സൈൻ ഫോളോവഡ് ബൈ എ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ ആസ് ഫോളോസ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഒരു സിൻടാക്സ് തന്നിട്ടുണ്ട്.
ടൈപ്പ് വേരിയബിൾ, ടൈപ്പ് സ്പേസ് ഉണ്ട്, ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ സെമിക്കോളൻ. ഇതാണ് ബേസിക് ആയിട്ടുള്ള സിൻടാക്സ് യൂസ് ചെയ്യുന്നത്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള സിൻടാക്സ്. ഇത് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. എപ്പോഴും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഡാറ്റ ടൈപ്പിൻ്റെ ഇത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിനൊക്കെ മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ എങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുകയില്ല. ഇതും കൂടെ എഴുതണം. അപ്പം നിങ്ങൾ എല്ലാ സിൻടാക്സും മെയിനായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേൺ ഇൻറ്റ് d = 3 f = 5 സെമിക്കോളൻ. ഇവിടെ കൊടുത്തേക്കുന്നത് മൾട്ടി ലൈൻ കമൻറ്റ്, സൈഡിൽ കൊടുത്തേക്കുന്നത് നോക്കിക്കേ, മൾട്ടി ലൈൻ കമൻറ്റ്. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്നതാണ്. ഡിക്ലറേഷൻ ഓഫ് d ആൻഡ് f. അപ്പം ഡിനെയും എഫിനെയും 3, 5 വാല്യൂയും കൊണ്ട് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് d = 3 f = 5 ഡെഫിനിഷൻ ആൻഡ് ഇൻസുലേസിങ് d ആൻഡ് f. അപ്പം ഫസ്റ്റ് വണ്ണ് ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ, ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പോൾ തന്നെ വാല്യൂവിനെ ഇൻസുലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ബൈറ്റ് z = 22 ഡെഫിനിഷൻ ആൻഡ് ഇൻസുലേസ് ഇസഡിനെ ഡിഫൈൻ ചെയ്യുകയും ഇൻസുലേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടർ x = സിംഗിൾ കോട്ട്സ് x, ദ വേരിയബിൾ x ഹാസ് ദി വാല്യൂ x. അപ്പം x എന്ന് പറയുന്ന വേരിയബിളിന് x എന്ന് പറയുന്ന വാല്യൂ കൊടുത്തേക്കുന്നത്. ഇതാണ് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയും ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നത് അതിനുള്ള സിൻടാക്സ് എന്ന് പറയുന്നത്. For definition without an initializer, variables with static storage duration are implicitly initialized with a null. The initial value of other variables are undefined. അപ്പം നമ്മൾ ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്ത് മാത്രം വെക്കുക, ഇനിഷ്യലൈസേഷൻ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ കമ്പൈലർ അത് 0 ആയിട്ട് നള്ളായിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. Declaration of variables. A variable declaration provides assurance to the compiler that there exists a variable with the given type and name, so the compiler can proceed further compilation without require the complete detail about the variable. ഇപ്പം നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പൈലർ അവിടെ ഒരു വേരിയബിൾ ഉണ്ട്, അതിനൊരു ഗിവൺ ടൈപ്പ് ഉണ്ട് എന്ന് വിചാരിച്ച് ഫർദർ പ്രോഗ്രാമിങ്ങിലേക്ക് പോകും. എ വേരിയബിൾ ഡെഫിനിഷൻ ഹാസ് ഇറ്റ്സ് മീനിങ് അറ്റ് ദ ടൈം ഓഫ് കമ്പൈലേഷൻ ഓൺലി. ദ കമ്പൈലർ നീഡ്സ് ആക്ച്വൽ വേരിയബിൾ ഡെഫിനിഷൻ അറ്റ് ദ ടൈം ഓഫ് ലിങ്കിങ് ദ പ്രോഗ്രാം. അപ്പം വേരിയബിൾ ഡിഫൈൻ ചെയ്ത് വെച്ചാലും കമ്പൈലേഷൻ ടൈമിലാണ് അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടോ എന്ന് സിസ്റ്റം ചെക്ക് ചെയ്യുന്നത്. പിന്നെ എന്താ, കമ്പൈലറിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ആക്ച്വൽ വേരിയബിളിനെ ആവശ്യപ്പെടുന്നത് ആ പ്രോഗ്രാം ലിങ്കിങ്ങിൻ്റെ സമയത്ത് മാത്രമായിരിക്കും. ഇപ്പം നമ്മളൊരു ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചാലും കമ്പൈൽ ടൈമിൽ അത് അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ ലിങ്കിങ്ങിൻ്റെ സമയത്താണ് ഇതിൻ്റെ ആക്ച്വൽ മീനിങ്, അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തേക്കുന്നത് നമ്മൾ എന്താണ് ഇൻഫർമേഷൻ കൊടുത്തേക്കുന്നത് എന്താണെന്ന് സിസ്റ്റം ചെക്ക് ചെയ്യത്തുള്ളൂ. A variable declaration is useful when you are using multiple files and you define your variable in one of the files which will be available at the time of linking the program. ഒരു വേരിയബിൾ ഡിക്ലറേഷൻ യൂസ്ഫുൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫയൽസ് ആവശ്യമായി വരുമ്പോഴത്തേനൊക്കെയാണ് നമ്മൾ സാധാരണ വേരിയബിൾ ഡിക്ലറേഷന് യൂസ്ഫുൾ ആവുന്നത്. You will use the keyword extend to declare a variable at any place. Though you can declare a variable multiple times in your program, you can define only once in a file, a function or a block code. നമ്മൾ ഒരു വേരിയബിൾ എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രോഗ്രാം ത്രൂ ഔട്ട് അതിന് പിന്നീട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡ് സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓർക്കുക, എക്സ്റ്റേൺ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് തുല്യമാണ്
ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നതിന് തുല്യമാണ് എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുമ്പോൾ. അതിനകത്തോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താലും സിസ്റ്റം എററേ കാണിക്കത്തുള്ളൂ. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കുക, എക്സ്റ്റേൺ എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുന്നത്, എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് വേരിയബിൾ ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിൻ്റെ മേന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫയലിനകത്ത് നമ്മൾ യൂസ് ചെയ്താലും എക്സ്റ്റേൺ എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്ന വേരിയബിളിന് തുല്യമാണ്. പക്ഷേ ഡിക്ലെയർ ചെയ്ത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ, സ്കോപ്പിനുള്ളിൽ തന്നെ, ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ സ്കോപ്പുള്ളൂ. പക്ഷേ എക്സ്റ്റേണലിനകത്ത് ഡിക്ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ട്രൈങ് ദ ഫോളോവിങ് എക്സാമ്പിൾ വെയർ വേരിയബിൾസ് ഹാവ് വി ഡിക്ലെയർ അറ്റ് ദ ടോപ്പ് ബട്ട് ദേ ഹാവ് ഡിഫൈൻഡ് ആൻഡ് ഇൻസ്ലൈസ്ഡ് ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ. അപ്പം ഇതിനകത്ത് കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നമ്മുടെ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് ടോപ്പിലും, പക്ഷേ ഡിഫൈൻ ചെയ്യുന്നതും ഇൻസ്ലൈസ് ചെയ്യുന്നതും മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുമാണ്. അപ്പം നമുക്ക് ഈ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ #include stdio.h. അത് നെക്സ്റ്റ് വേരിയബിൾ ഡിക്ലറേഷനാണ് കാണിക്കുന്നത്. എക്സ്റ്റേണൽ ഇൻറ്റ് AB, എക്സ്റ്റേണൽ ഇൻറ്റ് C, എക്സ്റ്റേൺ ഫ്ലോട്ട് F, ഇൻറ്റ് മെയിൻ, വേരിയബിൾ ഡെഫിനിഷൻ ഇൻറ്റ് A, B, സെമിക്കോളൻ, ഇൻറ്റ് C, സെമിക്കോളൻ, ഫ്ലോട്ട് F, സെമിക്കോളൻ. ഫസ്റ്റ് നമ്മൾ കണ്ടു എക്സ്റ്റേൺ ഇൻറ്റ് AB എന്ന് പറയുമ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. അത് എവിടെ ഏത് ഫയലിനകത്ത് യൂസ് ചെയ്താലും ഇത് AB എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ഫയലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നേരത്തെ എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡിനകത്ത് ഡിക്ലെയർ ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ വേരിയബിൾ ഡിക്ലറേഷൻ ഓൾറെഡി കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വേരിയബിൾ ഡെഫിനിഷൻ്റെ അകത്ത് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇൻറ്റ് AB, ഇൻറ്റ് C, ഫ്ലോട്ട് F എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ആക്ച്വൽ ഇൻസുലൈസേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഡിഫൈൻ ചെയ്ത വാല്യൂവിനകത്തോട്ട് നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന സ്റ്റെപ്പാണ് നെക്സ്റ്റ്. A = 10 സെമിക്കോളൻ, B = 20 സെമിക്കോളൻ, C = A+B. അപ്പോൾ എക്ക് നമ്മൾ 10 എന്നും B എന്ന് പറയുന്നത് 20 എന്നും വാല്യൂ കൊടുത്തിട്ടുണ്ട്. C എന്ന് പറയുമ്പം രണ്ട് വാല്യൂസിൻ്റെയും കൂടെ സം എടുത്ത് C എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. printf വാല്യൂ ഓഫ് C, %d /n C. ഇപ്പോൾ %d സാധാരണ നമ്മൾ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ ടൈപ്പിനാണ് യൂസ് ചെയ്യുന്നത്. F = 70.3 by 3.0. F എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് ടൈപ്പ് വേരിയബിളാണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേരിയബിളാണ് F എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലായതുകൊണ്ട് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസിനെ റീഡ് ചെയ്യാൻ പറ്റും. printf വാല്യൂ ഓഫ് F, %f. അപ്പം F എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് %f ആയിരിക്കും. %f /n ഒക്കെ നമ്മൾ എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. F return 0. When the above code is compiled and executed, it produces the following result. ഈ കോഡ് നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ് ഈ താഴെ തന്നേക്കുന്നത്. വാല്യൂ ഓഫ് C, വാല്യൂ ഓഫ് F. ഇപ്പോൾ വാല്യൂ ഓഫ് C എന്ന് പറയുന്നത് എന്താ, എയുടെയും ബിയുടെയും കൂടെ സമ്മാണ് വാല്യൂ ഓഫ് Cക്കകത്ത്. നെക്സ്റ്റ് വാല്യൂ ഓഫ് F എന്ന് പറയുമ്പോൾ എന്താ, ഈ 70/3, 70നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴുണ്ടാവുന്ന വാല്യൂവാണ് ഇവിടെ തന്നേക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഇൻ C. ഇപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾ കണ്ടല്ലേ, എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമ്മളിവിടെ ജസ്റ്റ് എക്സ്റ്റേൺ എന്ന് പറയുന്നത്, ഇപ്പം വേറൊരു ബ്ലോക്ക് ഓഫ് കോഡ് എഴുതി കഴിഞ്ഞാലും ഈ എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ വേരിയബിളിനെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ അത് ലോക്കൽ വേരിയബിൾ ആകാം, ഗ്ലോബൽ വേരിയബിൾ ആകാം, സ്റ്റാറ്റിക് വേരിയബിൾ ആകാം, ഓട്ടോമാറ്റിക് വേരിയബിൾ ആകാം, എക്സ്റ്റേൺ വേരിയബിൾ ആകാം. അപ്പം ഇതിൻ്റെയൊക്കെ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം.
Local variable. A variable that is declared inside the function or block is called a local variable. It must be declared at the start of the block. അപ്പം ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ബ്ലോക്കിനുള്ളിൽ തന്നെ ഡിക്ലെയർ ചെയ്ത് വെക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, വോയിഡ് ഫംഗ്ഷന് ഇൻഡ് എക്സ് ഇസിക്കൽ ടു 10. ഈ ഇൻഡ് എക്സ് ഇസിക്കൽ ടു 10 എന്ന് പറയുന്നത് ഈ ബ്ലോക്കിനകത്താണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോക്കൽ വേരിയബിൾ ആണ്. You must have to initialize the local variable before it is used. പിന്നെ നമ്മൾ ലോക്കൽ വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനകത്തെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, ഗ്ലോബൽ വേരിയബിൾ. A variable that is declared outside the function or block is called a global variable. Any function can change the value of the global variable. ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ ദ ഫങ്ഷൻസ്. ഇപ്പം നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫങ്ഷൻ അല്ലെങ്കിൽ ബ്ലോക്കിന് വെളിയിൽ ഡിക്ലെയർ ചെയ്തേക്കുന്ന വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഫംഗ്ഷന് വേണമെങ്കിലും ഈ ഗ്ലോബൽ വേരിയബിൾ യൂസ് ചെയ്യാം. നമ്മൾ ഔട്ട്സൈഡിലാണ് ഇത് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ ഡിഫറെൻറ്റ് ബ്ലോക്കിൽ ഇത് നമ്മൾ ഗ്ലോബൽ വേരിയബിൾ യൂസ് ചെയ്യാം. ഇറ്റ് മസ്റ്റ് ബി ഡിക്ലെയർഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ബ്ലോക്ക്. നമ്മളെപ്പോഴും ഗ്ലോബൽ വേരിയബിൾ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിലാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഇൻറ്റ് വാല്യൂ ഇസിക്കൽ ടു 20. ഇതെന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിളാണ്. വോയിഡ് ഫംഗ്ഷന് ഇൻറ്റ് എക്സ് ഇസിക്കൽ ടു 10. ഈ അകത്ത് കൊടുത്തേക്കുന്ന എക്സ് എന്ന് പറയുന്ന ലോക്കൽ വേരിയബിളും വെളിയിൽ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ഗ്ലോബൽ വേരിയബിളുമാണ്. ഇനി നെക്സ്റ്റ്, സ്റ്റാറ്റിക് വേരിയബിൾ. A variable that is declared with the static keyword is called a static variable. അപ്പം നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യണം. ഇറ്റ് റിറ്റെയിൻസ് ഇറ്റ്സ് വാല്യൂ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഫങ്ഷൻ കോൾസ്. അപ്പം ഈ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ വാല്യൂ എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കും. ഏത് ഫങ്ഷൻ കോൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, വോയിഡ് ഫംഗ്ഷന് ഇൻറ്റ് എക്സ് ഇസിക്കൽ ടു 10. അത് തന്നേക്കുന്ന ഒരു ലോക്കൽ വേരിയബിളും രണ്ടാമത് സ്റ്റാറ്റിക് ഇൻറ്റ് വൈ ഇസിക്കൽ ടു 10 സ്റ്റാറ്റിക് വേരിയബിളുമാണ്. എക്സ് ഇസിക്കൽ ടു എക്സ് പ്ലസ് 1, വൈ ഇസിക്കൽ ടു വൈ പ്ലസ് 1. പ്രിൻ്റ് എഫ് രണ്ടും നമുക്ക് പ്രിൻ്റ് ചെയ്യണം. എക്സും വൈയും നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. If you call this function many times, the local variable will print the same value for each function call. Example 11, 11, 11 and so on. But the static variable will print the incremented value in each function called. എക്സാമ്പിൾ 11, 12, 13 ആൻഡ് സോ ഓൺ. ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന ഒന്ന് ലോക്കൽ വേരിയബിളും രണ്ട് സ്റ്റാറ്റിക് വേരിയബിളുമാണ്. അപ്പോൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്ന എപ്പോഴും 11 എന്ന് പറയുന്ന സെയിം വാല്യൂ മാത്രമേ പ്രിൻറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സ്റ്റാറ്റിക് വാല്യൂ നമ്മൾ ഓരോ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലോക്കൽ വേരിയബിളിനെ വെച്ച് സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെപ്പോഴും റിട്ടൈൻഡ് നിലനിർത്തിക്കൊണ്ടിരിക്കും, അതിൻ്റെ വാല്യൂ നിലനിർത്തിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ്, ഓട്ടോമാറ്റിക് വേരിയബിൾ. ഓൾ വേരിയബിൾസ് ഇൻ സി ആർ ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ബ്ലോക്ക് are automatic variables by default. We can explicitly declare an automatic variable using auto keyword. നമ്മൾ സാധാരണ ഓട്ടോമാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ബ്ലോക്കിൻ്റെ ഇൻസൈഡ് ആണ്. ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിനകത്ത് നോക്കിക്കേ, ഇൻറ്റ് എക്സ് ഇസിക്കൽ ടു ഒരു ലോക്കൽ വേരിയബിളും അത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോ ഇൻറ്റ് എക്സ് വൈ ഇസിക്കൽ ടു എന്ന് പറയുന്നതും ഓട്ടോമാറ്റിക് വേരിയബിളാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പം മാത്രം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്റ്റേണൽ വേരിയബിൾ. വി ക്യാൻ ഷെയർ എ വേരിയബിൾ ഇൻ മൾട്ടിപ്പിൾ സി സോഴ്സ് ഫയൽസ് ബൈ യൂസിങ് ആൻ എക്സ്റ്റേണൽ വേരിയബിൾ. ടു ഡിക്ലെയർ എക്സ്റ്റേണൽ വേരിയബിൾ യു നീഡ് ടു യൂസ് എക്സ്റ്റേൺ കീവേഡ്. അപ്പം നമുക്ക് ഒരു സി സോഴ്സിൻ്റെ മൾട്ടിപ്പിൾ ഫയൽസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് എക്സ്റ്റേണൽ വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടായിരുന്നു. അപ്പോൾ എക്സ്റ്റേൺ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഫയൽസിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഈ വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എക്സ്റ്റേൺ ഇൻറ്റ് എക്സ് ഇസിക്കൽ ടു 10 എക്സ്റ്റേണൽ വേരിയബിൾ ഓൾസോ ഗ്ലോബൽ. ഇപ്പോൾ എക്സ്റ്റേണൽ വേരിയബിൾ ആണ്, അതുപോലെ തന്നെ ഇതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. പ്രോഗ്രാം 1.c ഇൻക്ലൂഡ് മൈ ഫയൽ ഡോട്ട് എച്ച്
ഹാഷ് ഇൻക്ലൂഡ് studio i ഡോട്ട് എച്ച് മൈ ഫയൽ ഡോട്ട് എച്ചിന് എക്സ്റ്റേൺ എന്ന് പറയുന്നൊരു കീവേഡ് ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സ്റ്റേണിനകത്ത് ഡിക്ലെയർ ചെയ്തേക്കുന്ന വേരിയബിൾ നമുക്ക് അടുത്ത പ്രോഗ്രാമിനും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ താഴെ തന്നേക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്.